Hello children, let us see the section B of your science sample paper. Section B ലും 24 questions ഉണ്ട് അതിൽ 20 questions ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് and in this also the first attempted 20 questions will be evaluated. So be sure of the questions that you attempt. So let us see the 25th question. ഇവിടെ നിങ്ങൾക്ക് ഒരു equation തന്നിട്ടുണ്ട്. First limestone is heated, that is your step 1. And some product you are getting and carbon dioxide is released, and that product is mixed with water and you are getting slaked lime. Okay, this is a reaction we are very familiar with, like limestone, that is calcium carbonate. When you heat it, you get calcium oxide. But when you heat it means you are applying heat to it. അല്ലേ ആ റിയാക്ഷൻ്റെ സ്വന്തം ഹീറ്റ് പ്രൊഡ്യൂസ് ആവണില്ല, യു ആർ അപ്ലൈയിങ് ഹീറ്റ് ടു ഇറ്റ്. Then what you're doing, that calcium oxide that is formed, you're dissolving it in water. അത് സ്ലേക്ഡ് ലൈം ആയിട്ട് മാറും, ദാറ്റ് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആവും. അപ്പോൾ അത് നമുക്കറിയാം, ആ റിയാക്ഷൻ കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഉണ്ടാവുക ആ ചുണ്ണാമ്പിൽ, റൈറ്റ്? സോ ദാറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ സ്റ്റെപ്പ് 1 റിയാക്ഷനും സ്റ്റെപ്പ് 2 റിയാക്ഷനും എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ, ആ കറക്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ എ ഓപ്ഷൻ എന്താ പറയുന്നത്? എൻഡോതെർമിക് ഇല്ല, എക്സോതെർമിക് ആണ്. അപ്പോൾ അത് തെറ്റല്ലേ? നമുക്കറിയാം ഫസ്റ്റ് റിയാക്ഷൻ വന്ന് എൻഡോതെർമിക് ആണ്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എൻഡോതെർമിക് വരുന്ന 2 കേസുള്ളൂ, ബി ആൻഡ് സി. അപ്പോൾ നമുക്ക് എന്താ, സെക്കൻഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പോൾ യുവർ സി ഓപ്ഷൻ ഇസ് ദ കറക്റ്റ്. ഇൻ വിച്ച് ഇയർ ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോജൻ അയോൺ ദ ഹയസ്റ്റ്? അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്, എന്നിട്ട് ആ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങളോട് പറയാൻ ഏത് ഇയറിലാണ് ഹൈഡ്രോജൻ അയോൺ കോൺസെൻട്രേഷൻ ഹയസ്റ്റ് ആയിട്ടുള്ളതെന്ന്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ വൈ ആക്സിസിൽ അവർ പി എച്ച് വാല്യൂ ആ തന്നെ, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചത് H+ അയോൺസ് കോൺസെൻട്രേഷനെ പറ്റിയിട്ടാണ്. ഏത് വർഷത്തിലാണ് H+ അയോൺ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത്? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷൻ എന്താണ്? ആസിഡിക് സൊല്യൂഷൻസിലാണ് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുണ്ടാവുക. ആൻഡ് ആസിഡിക് സൊല്യൂഷൻസിൽ പി എച്ച് കുറയാ ചെയ്യാം, അല്ലേ? ന്യൂട്രൽ പി എച്ച് 7 ആണ്. ആസിഡിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പി എച്ച് കുറഞ്ഞ് ഭയങ്കര ആസിഡിക് ആകുമ്പോൾ പി എച്ച് 1, 2 അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇതിൽ അവർ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹൈഡ്രോജൻ അയോൺസ് മീൻസ് ഏറ്റവും കൂടുതൽ ആസിഡിക് ആയിട്ട് ഉള്ളത് ഏത് ഇയറിലാണ്? സോ ഇഫ് യു നൗ സീ ദ ഗ്രാഫ് നൈസ്ലി, ദിസ് പോയിന്റ് ദേ ആർ ആസ്കിങ് യു. ഓക്കെ, ഈ പോയിൻ്റാണ് ഏറ്റവും ലോവസ്റ്റ് പി എച്ച് കാണിക്കുന്നത്, ദാറ്റ് ഈസ് ഹയസ്റ്റ് H+ അയോൺസ് കോൺസെൻട്രേഷൻ. സോ ദാറ്റ് ഈസ് ദ ഇയർ 2002. സോ യുവർ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദ ഡയഗ്രാം ഷോസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഡൈല്യൂട്ട് ആസിഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്, അതിൽ ആക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഡൈല്യൂട്ട് ആസിഡ്സ് ആണ് കാണിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് മാഗ്നീഷ്യം ഇൻ ടെസ്റ്റ് ട്യൂബ് ബി? അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ബിയിൽ മാഗ്നീഷ്യം ഇസ് ഫ്ലോട്ടിംഗ് ആയിരുന്നു, ആൻഡ് ദേ ആർ ആസ്കിങ് വൈ മാഗ്നീഷ്യം ഇസ് ഫ്ലോട്ടിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നത് എന്താ? മാഗ്നീഷ്യം ഇസ് ലൈറ്റർ എലിമെൻറ്റ് ദാൻ ഡൈല്യൂട്ട് HCl. മാഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് HCl ടു പ്രൊഡ്യൂസ് H2 ഗ്യാസ്. ഓക്കെ, അത് നമുക്കറിയാം. മാഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് HCl ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഹൈഡ്രോജൻ ഗ്യാസ്. ഈ ഹൈഡ്രോജൻ ഗ്യാസ് ബബിൾസ് ആയിട്ട് മേലെ പൊന്തും. അപ്പോൾ ആ ഹൈഡ്രോജൻ ഗ്യാസ് വിൽ സറൗണ്ട് ദ മാഗ്നീഷ്യം ആൻഡ് വെൻ ഇറ്റ് റൈസസ് ഇറ്റ് വിൽ റൈസ് ദ മാഗ്നീഷ്യം ഓൾസോ അലോങ് വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി എന്താണ്? മാഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് HCl ടു പ്രൊഡ്യൂസ് N2 ഗ്യാസ്. N2 ഗ്യാസ് പ്രൊഡക്ഷൻ ഇല്ല, CO2 ഗ്യാസ് പ്രൊഡക്ഷനും ഇല്ല. അപ്പോൾ യുവർ കറക്റ്റ് ഓപ്ഷൻ ഇസ് യുവർ ഓപ്ഷൻ ബി. ദ ടേബിൾ ബിലോ ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് 4 സബ്സ്റ്റൻസസ് ABCD. ഓക്കെ, 4 സബ്സ്റ്റൻസ് ഉണ്ട് ABCD. അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റ് തന്നിട്ടുണ്ട്, പിന്നെ അവരുടെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് ഓർ അക്വ സ്റ്റേറ്റിലും തന്നിട്ടുണ്ട്. Substance A in the melting point 295 and it is a good electric conductor in solid state also and liquid state also. So അങ്ങനെ എല്ലാവരും തന്നിട്ടുണ്ട്. Let us see the question. Identify ionic compounds from the above given substances. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിന് ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് യു ഹാവ് ടു പിക്ക് ഔട്ട്
വിച്ച് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് എ ബി സി ഡിയിൽ ഏത് സബ്സ്റ്റൻസസ് ആണ് അയോണിക് സബ്സ്റ്റൻസ്? ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അയോണിക് കമ്പൗണ്ട്സിൻ്റെ ആ പ്രോപ്പർട്ടി ഓർമ്മ വരണം. എന്താണ്? അയോണിക് കമ്പൗണ്ട്സ് ഹാവ് വെരി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ്, അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അയോണിക് കമ്പൗണ്ട്സിന് വന്ന് നിങ്ങൾ സൊല്യൂഷനിലോ അല്ലെങ്കിൽ അവരുടെ മോൾട്ടൽ ഫോമിൽ കൊണ്ടുവരാണെങ്കിൽ അവിടെ ഫ്രീ അയോൺസ് ഉണ്ടാവും അവർക്ക്. അപ്പോഴാണ് അവർ കണ്ടക്ട് ചെയ്യുക ഇലക്ട്രിസിറ്റീനെ. ഓക്കെ, അവർ സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, അവർ സൊല്യൂഷൻ സ്റ്റേറ്റിലാണ് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് ലെറ്റ് us see which are the substances which are ionic. ഇപ്പോൾ സബ്സ്റ്റൻസ് എ നോക്കിയാലോ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവാണ്. Okay, so we can say this is not an ionic substance. Substance B, C, D, okay, മൂന്നിനും മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലാണ്. ലെറ്റ് us see the conductivity, electric conductivity. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ പുവറും പിന്നെ അക്വ സ്റ്റേറ്റിൽ ഗുഡ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഓക്കെ, ദിസ് ഓപ്ഷൻ ബി ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് എൻ അയോണിക് സബ്സ്റ്റൻസ്. ഓപ്ഷൻ സി നോക്കിയാലോ, യെസ്, ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, സോളിഡ് സ്റ്റേറ്റിൽ പുവറാണ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ അയോൺസ് ഉണ്ട്, സോ കണ്ടക്ടിവിറ്റി ഈസ് ഗുഡ്. സോ ദിസ് സബ്സ്റ്റൻസ് സി ഈസ് ഓൾസോ എൻ അയോണിക് കമ്പൗണ്ട്. സബ്സ്റ്റൻസ് ഡി നോക്കിയാലോ, മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആണ്, പക്ഷേ സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ടിവിറ്റി പുവറാണ്, ലിക്വിഡ് സ്റ്റേറ്റിലും പുവറാണ്. Liquid state ions can move around and ionic substances show good conductivity in liquid state. So your option D is also wrong. Appo substance A and substance D cannot be ionic substance. Substance B and C are ionic substance. B and C varna option aanu option B. So your option B is the correct answer. Vinay observed that the stain of curry on a white shirt becomes reddish brown when soap is scrubbed on it, but it turns yellow again when the shirt is washed with plenty of water. What might be the reason for his observation? ഓക്കെ, ഇതിൽ നമുക്ക് ഓർമ്മ വരേണ്ടത് കറിയിൽ വന്ന് ടർമറിക് ഉണ്ടാവും. ടർമറിക് ടേൺസ് ഇൻ ടു റെഡിഷ് ബ്രൗൺ കളർ ഇൻ ദ പ്രസൻസ് ഓഫ് സോപ്പ്, ആൻഡ് സോപ്പ് വന്ന് ഒരു ബേസാണ്, അതുകൊണ്ട് ടർമറിക് ടേൺസ് ഇൻ ടു റെഡിഷ് ബ്രൗൺ കളർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻസ് തന്നെ തന്നെ സോപ്പ് ഇസ് ആസിഡിക് ഇൻ നേച്ചർ, തെറ്റാണ്. സോപ്പ് ഇസ് ബേസിക് ഇൻ നേച്ചർ, ഓക്കെ, അത് ട്രൂ ആണ്. ടർമറിക് ഇസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വിച്ച് ഗീവ്സ് റെഡിഷ് ടിഞ്ച് ഇൻ ബേസിസ്, അതും ട്രൂ ആണ്. ടർമറിക് ഇസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വിച്ച് ഗീവ്സ് റെഡിഷ് ടിഞ്ച് ഇൻ ആസിഡ്സ്, അത് ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 2 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 3. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം സ്റ്റേറ്റ്മെൻറ്റ് 3 വരുന്ന ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. So your option B is the correct answer. In which of the following setups would the bulb glow? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സെറ്റപ്പ് തന്നിട്ടുണ്ട് ആൻഡ് യു ആർ ആസ്ക്ഡ് വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് സെറ്റപ്സ് ബൾബ് വിൽ ഗ്ലോ. അപ്പോൾ നമുക്ക് ഓരോ സെറ്റപ്പായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എല്ലാ സെറ്റപ്പിലും ആ സൊല്യൂഷനാണ് ചേഞ്ച് ആവുന്നത്, ആ ബീക്കറിൻ്റെ ഉള്ളിലത്തെ സൊല്യൂഷനാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്ക് ഓർമ്മ വെക്കേണ്ടത് എന്താ? കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ഫ്രീ അയോൺസ് ഉണ്ടാവണം. അപ്പോൾ ആസിഡ്സ് ആൻഡ് ബേസസ് റിലീസ് ഫ്രീ അയോൺസ് ഇൻ ദിയർ അക്വസ് സൊല്യൂഷൻസ്, അപ്പോൾ കറണ്ട് വിൽ പാസ് ത്രൂ ദ എൻറ്റയർ സെറ്റപ്പ്. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ ഡൈല്യൂട്ട് HCl ആണുള്ളത് അല്ലേ? അപ്പോൾ ഡൈല്യൂട്ട് HCl will allow current to will produce these ions which will allow current to flow. But in this case there will be a flow of current and the bulb will glow. Let us see the next picture. ഈ പിക്ചറിൽ എന്താ പറയുന്നത്? ഷുഗർ സൊല്യൂഷൻ ആണുള്ളത്. ഷുഗർ സൊല്യൂഷൻ ആസിഡും അല്ല ബേസും അല്ല, അപ്പോൾ ദാറ്റ് വിൽ നോട്ട് റിലീസ് എനി അയോൺസ്. സോ ഇൻ ദിസ് കേസ് ദർ വിൽ ബി നോ കറണ്ട് ഫ്ലോ. Third is alcohol. Alcohol again does not release any ions. So in this case also there will be no flow of current. And the last one they are saying lime water. Okay, lime water ഒരു ബേസ് ആണ്, അപ്പോൾ അവിടെ അയോൺസ് റിലീസ് ആവും. അപ്പോൾ in this case current will flow. അപ്പോൾ we saw 1 and 4ലാണ് current flow ആവുന്നത്. അപ്പോൾ your option B is the correct option. Okay, next we are in assertion reason type questions. Okay, അപ്പോൾ ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെ ഉണ്ടാവുക അറിയോ? ഒരു ഫാക്റ്റ് ഒരു കാര്യം അവർ പറയും, ദാറ്റ് ഈസ് എൻ അസേർഷൻ. എന്നിട്ട് അതിൻ്റെ റീസൺ ഈ പറഞ്ഞതുകൊണ്ടാണ് അതങ്ങനെ ഒരു റീസൺ അവർ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത് 4 ഓപ്ഷൻസ് ഉണ്ട്, A, B, C, D. ഓപ്ഷൻ എ എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഈ അസേർഷൻ ഒരു ട്രൂ സെൻറ്റൻസ് ആണ്, റീസണും ട്രൂ സെൻറ്റൻസ് ആണ്. ആൻഡ് ഈ റീസൺ വന്ന് അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ ആണ്, ഈ റീസൺ പറയുന്നതാണ് അസേർഷൻ്റെ എക്സ്പ്ലനേഷനും ആണ്. അങ്ങനത്തെ റിലേഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ചൂസ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി നിങ്ങൾ എപ്പോഴാണ് ചൂസ് ചെയ്യാറിയോ? അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്, പക്ഷേ രണ്ടും വേറെ സെപ്പറേറ്റ് തിങ്സ് ആണ്. ആ റീസൺ വന്ന് അസേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്, പക്ഷെ അത് അസേർഷന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ യു ഹാവ് ടു ചൂസ് ഓപ്ഷൻ ബി.
Option C, you have to choose when assertion is true but reason is false. അത് മാത്രം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മതി. അസേർഷൻ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, റീസൺ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ യു ഹാവ് ടു ചൂസ് ഓപ്ഷൻ സി. And option D, you will choose when assertion is a false statement and reason is a true statement. ആ കേസിൽ you have to choose option D. So let us see each question. First assertion എന്താണ്? Fresh milk in which baking soda is added takes a longer time to set as curd. അപ്പോൾ ഇത് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിൽ പഠിച്ചത്? മിൽക്ക് മാൻ ആൻഡ് ഓൾ ദേ പുട്ട് ബേക്കിംഗ് സോഡാനോ സോ ദാറ്റ് ലൈഫ് ഓഫ് ദാറ്റ് മിൽക്ക് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ആ കേടാവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് മാൻ അതിൽ ബേക്കിംഗ് സോഡ ഇടുന്നതാണ്. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ pH വാല്യൂ കൂടും, അപ്പോൾ ആസിഡിറ്റി കുറയും, കർഡ്ലിംഗ് ആവാൻ സാധ്യത കുറവാണ്. സോ ദിസ് ഫസ്റ്റ് സെൻറ്റൻസ് ഇസ് ട്രൂ. സെക്കൻഡ് റീസൺ എന്താ പറയുന്നത്? ബേക്കിംഗ് സോഡ ഡിക്രീസസ് ദ pH വാല്യൂ ഓഫ് ഫ്രഷ് മിൽക്ക് ബിലോ 6. അപ്പോൾ ബേക്കിംഗ് സോഡ ഡിക്രീസസ് അല്ലല്ലോ, ബേക്കിംഗ് സോഡ ഒരു ബേസ് അല്ലേ, അപ്പോൾ ആസിഡിറ്റി pH വിൽ ഇൻക്രീസ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ കാണുന്നത്? യുവർ അസേർഷൻ ഇസ് ട്രൂ ദാറ്റ് മിൽക്ക് വന്ന് ലൈഫ് take a longer time to set as curd when you put baking soda into it. But the reason that they are giving, this statement is wrong, that the pH will decrease. pH വന്ന് 7-നേക്കാളും കൂടുതലാവുക ചെയ്യുക. അപ്പോൾ this reason is wrong. So you have to choose option C. Assertion is true, reason is wrong. Now in the second case we are saying decomposition of vegetable matter into compost is an endothermic reaction. ഈ assertion വന്ന് wrong ആണ് because we know that this is a exothermic reaction. Vegetable matter decomposition releases energy. അപ്പോൾ it is a exothermic reaction. Organic matter ഒക്കെ releases energy, heat energy. So that is an exothermic reaction. അപ്പോൾ your assertion is wrong. And reason statement എന്താണ്? Decomposition reaction involves breakdown of a single reactant into simpler products. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഒരു റിയാക്റ്റൻറ്റ് ഒന്നാണ്, പ്രൊഡക്ട്സ് തോന്നുന്നുണ്ടാവും, അതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ കാണുന്നത് എന്താ? അസേർഷൻ ഇസ് ഫോൾസ് ആൻഡ് യുവർ റീസൺ ഇസ് ട്രൂ. സോ യു ഹാവ് ടു ഗോ ഫോർ ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് അസേർഷൻ എന്താണ്? റെസിൻസ് ആൻഡ് ഗംസ് ആർ സ്റ്റോർഡ് ഇൻ ഓൾഡ് xylem ടിഷ്യൂ ഇൻ പ്ലാന്റ്സ്. കറക്റ്റാണ്. റെസിൻസ് ആൻഡ് ഗംസ് വന്ന് ഓൾഡ് ടിഷ്യൂവിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുക. ഓക്കെ, കറക്റ്റ്. റീസൺ എന്താ പറയുന്നത്? റെസിൻസ് ആൻഡ് ഗംസ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ആക്ച്വലി ഡെഡ് സെൽസ് ആണല്ലോ ഇതിലുണ്ടാവുക, അപ്പോൾ ആ വാട്ടർ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടിൽ ദേ ആർ നോട്ട് ഇൻവോൾവ്. സോ യുവർ റീസൺ ഇസ് റോങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്ന കേസ് എന്താണ്? അസേർഷൻ ഇസ് ട്രൂ ആൻഡ് യുവർ റീസൺ ഇസ് ഫോൾസ്. സോ യു ഷുഡ് ഗോ ഫോർ ഓപ്ഷൻ സി. അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. നെക്സ്റ്റ് അസേർഷൻ എന്താ? സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഇൻ ദ ഡേ ടൈം. അത് ട്രൂ ആണ്. ഡേ ടൈമിൽ സ്കൈ ഇസ് ബ്ലൂ. വൈറ്റ് ലൈറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് 7 colors. Okay, white light is composed of 7 colors. But then this is not the reason for the assertion. Assertion reason in the blue and in a കാണുന്ന sky because of scattering of light. അല്ല, ഡേ ടൈമിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അടുത്ത് നടക്കുന്നത് കൊണ്ടാണ്, ആ ബ്ലൂ ലൈറ്റ് കൂടുതൽ സ്കാറ്റർ ആവുന്നത് കൊണ്ടാണ് യു സീ ദ സ്കൈ ആസ് ബ്ലൂ ഇൻ കളർ. അപ്പോൾ ദാറ്റ് ഷുഡ് ബി ദ റീസൺ. സ്കാറ്ററിങ് ഒരു വാക്ക് വന്നാൽ മതിയായിരുന്നു റീസണിൽ. ഓക്കെ, ബട്ട് ദെൻ ആ റീസൺ ഒരു കറക്റ്റ് സെൻറ്റൻസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിനിങ് ദ അസേർഷൻ. Okay, but your assertion is true, reason is true, but reason is not explaining the assertion. So you should go for option B. The table given below shows the reaction of a few elements with acids and bases to evolve hydrogen gas. അപ്പോൾ ഇവിടെ ഹൈഡ്രോജൻ ഗ്യാസിൻ്റെ എവല്യൂഷൻ നടക്കുന്നുണ്ട് ആസിഡും ബേസിൻ്റെ റിയാക്ഷന് കാരണം. വിച്ച് ഓഫ് ദീസ് എലിമെൻറ്റ്സ് ആർ amphoteric oxides? Okay, amphoteric oxides എന്താണ്? ഫസ്റ്റ് ദാറ്റ് യു ഷുഡ് റിമെമ്പർ. Metal oxides are usually basic in nature, അല്ലേ? ബട്ട് ദെൻ ഈ amphoteric oxides നമ്മൾ പഠിച്ച സിങ്ക് ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ് എന്താ, അവർ ഡുവൽ ബിഹേവിയർ കാണിക്കും. എങ്ങനെ? ഒരു ആസിഡിക് സൊല്യൂഷനിലാണെങ്കിൽ ദേ വിൽ ആക്ട് ആസ് ബേസിക് ആൻഡ് ദേ വിൽ ഫോം എ സോൾട്ട്. ഓക്കെ, ബട്ട് ദെൻ വെൻ ദേ ആർ ഇൻ പ്രസൻസ് ഓഫ് എ ബേസിക് സൊല്യൂഷൻ, ഇവരൊരു മെറ്റൽ ഓക്സൈഡ് ആണ്, അവർ ബേസിക്കാണ് ബിഹേവ് ചെയ്യേണ്ടി. പക്ഷേ ബേസിക് സൊല്യൂഷൻസിൽ ദേ ബിഹേവ് ലൈക്ക് എൻ ആസിഡിക് solution and they will form salt. Okay, അപ്പോൾ they show reaction in both the cases, acidic as well as basic. അപ്പോൾ ഈ given substance A B C Dയിൽ
which are the amphoteric oxides you have to choose. But let us see the option A. Option A വന്ന് എന്താ ആസിഡിക്കൽ റിയാക്ഷൻ ഇല്ല ആൻഡ് ബേസിക്കലി റിയാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആംഫോട്ടറിക് ആവില്ല. ബി എന്താണ്? ഓക്കെ, രണ്ടിലും റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ സി എന്താണ്? ആസിഡിൽ റിയാക്ഷൻ ഉണ്ട്, ബേസിൽ റിയാക്ഷൻ ഇല്ല. അപ്പോൾ ആംഫോട്ടറിക് ആവില്ല. ആംഫോട്ടറിക് ഷുഡ് ഷോ റിയാക്ഷൻ ഇൻ ബോത്ത്. ഓപ്ഷൻ ഡിയിൽ പിന്നെയും രണ്ടിലും റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബി ആൻഡ് ഡി ആർ ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഹിയർ ആൻഡ് യുവർ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്സ് ഓഫ് ഓർഗാനിസംസ് blood flows through the heart only once during one cycle of passage through the body? ഇപ്പോൾ ഹാർട്ടിൽ ബ്ലഡ് ഓൺലി വൺസ് ആണ്. അപ്പോൾ സിംഗിൾ സർക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചത് എവിടെയാണ്? ഫിഷസിലാണ് അല്ലേ സിംഗിൾ സർക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ഇവിടെ റാബിറ്റ് ഉണ്ട്. അപ്പോൾ റാബിറ്റിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഫ്രോഗ്, ആംഫിബിയൻസിലും ഇല്ല. ആൻഡ് ദെൻ പെൻഗ്വിൻ ഒരു ആനിമൽ ഉണ്ട്, അപ്പോൾ അതിലും ഇല്ല. സോ ഹിയർ യു ഹാവ് ഷാർക്ക്, ഡോഗ് ഫിഷ് ആൻഡ് സ്റ്റിംഗ്രേ. ഇത് 3 ഫിഷസിൻ്റെ പേരാണ്. അപ്പോൾ ഇൻ ദീസ് 3 കേസ് there will be single circulation of blood, and so you can say the blood will flow through the heart only once. So your option D is the correct option. What is the common between extensive network of blood vessels around walls of alveoli and in glomerulus of nephron? We know that the blood vessels are very rich supply of blood is given in the place where alveoli and your glomerulus and all. അപ്പോൾ ആ സപ്ലൈ വന്ന് എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ സെൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം? വെരി തിൻ വോൾഡ് ആയിരിക്കണം. അവിടെ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ഷുഡ് ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഹിയർ നിങ്ങൾക്ക് തിൻ വോൾഡ് എന്ന ഓപ്ഷൻ വന്ന് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ അല്ലേ. ഓപ്ഷൻ എ എന്താ പറയുന്നത്? തിക്ക് വോൾഡ് ആർട്ടറീസ് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ്. ആൻഡ് ഓപ്ഷൻ സി പറയുന്നത് തിക്ക് വോൾഡ് കാപ്പിലറീസ് പുവർലി സപ്ലൈഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ ഈ തിക്ക് വോൾഡ് ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബി എന്താ? തിൻ വോൾഡ് വെയിൻസ് പുവർലി സപ്ലൈഡ് വിത്ത് ബ്ലഡ്. ഇപ്പോൾ പുവർലി സപ്ലൈഡ് വെയിൻസ് ഉണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് നടക്കൂല, അവിടെ റിച്ച് സപ്ലൈ ഓഫ് ബ്ലഡ് ഉണ്ടാവണം. സോ ഓപ്ഷൻ ഡി, തിൻ വോൾ കാപ്പിലറീസ് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ്. ഈ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ആൽവിയോലൈസിലും ആൻഡ് യുവർ ഗ്ലോമറുലസിലും ഒക്കെ തിൻ വോൾഡ് കാപ്പിലറീസ് ഉള്ളത് വിച്ച് ആർ റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ്. Plants use completely different process for excretion as compared to animals. Which one of the following process is not followed by plants for excretion? ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏതാണ് പ്ലാന്റ്സ് ഫോളോ ചെയ്യാത്തത് അതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ, ദേ ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് എക്സസ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ പ്ലാന്റ്സ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ട്രൂ. ഓപ്ഷൻ ബി എന്താ? ദേ സെലക്റ്റീവ്ലി ഫിൽട്ടർ ടോക്സിക് സബ്സ്റ്റൻസസ് ത്രൂ ദിയർ ലീവ്സ്. ഓക്കെ, ലീവ്സിൻ്റെ ത്രൂ ടോക്സിക് സബ്സ്റ്റൻസസ് വിടുന്ന പരിപാടി പ്ലാന്റ്സിനില്ല. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദേ ആർ ആസ്കിങ് യു നോട്ട് ഫോളോഡ് ബൈ ദ പ്ലാന്റ്സ്. അപ്പോൾ ഈ പരിപാടി പ്ലാന്റ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി എന്താണ്? വേസ്റ്റ് പ്രോഡക്ട്സ് ആർ സ്റ്റോർഡ് ആസ് റെസിൻസ് ആൻഡ് ഗംസ്. അത് ട്രൂ ആണ്. റെസിൻസ് ആൻഡ് ഗംസ് ആയിട്ടാണ് ഒരു വേസ്റ്റ് പ്രോഡക്ട്സിനെ സ്റ്റോർ ചെയ്യുക. They excrete waste substances into the soil around them. That is also true. So your option B is the option which is not followed by the plant, so it is a correct answer. If the power of a lens is -4 diopters, then it means that the lens is a ഓക്കെ, ഇപ്പോൾ ഒരു പവർ ഓഫ് ലെൻസ് തന്നിട്ടുണ്ട്. ഇനി ഫോക്കൽ ലെങ്ത്തിൻ്റെ മെഷറാണ് ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ വി ഷുഡ് റിമെമ്പർ ദ ഫോർമുല. ഫോക്കൽ ലെങ്ത് എന്താണ്? ദാറ്റ് പവർ ഇസ് 1/ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്താവും? 1/പവർ. ഇപ്പോൾ ഇവിടെ പവർ എന്താ തന്നത്? -4 diopters. അപ്പോൾ ദാറ്റ് വിൽ ബി 1/-4. So that will give you -0.25 you will get. അപ്പോൾ ദാറ്റ് ഈസ് ഇൻ മീറ്റേഴ്സ്. ഓക്കെ, അതിന് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്താൽ 25 centimeters. ഓക്കെ, -25 centimeters you will get. അപ്പോൾ ഈ -25 centimeter വന്ന് വാട്ട് ഡസ് ഇറ്റ് ടെൽ? യുവർ ലെൻസ് ഇസ് എ കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വിൽ ബി പോസിറ്റീവ്. കോൺകേവ് ലെൻസ് ആണ് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ എന്താ പറയുന്നത്? കോൺകേവ് ലെൻസ് ആണ്, ബട്ട് ദെൻ ഫോക്കൽ ലെങ്ത് -50. അത് തെറ്റാണ്. നമുക്ക് ഫോക്കൽ ലെങ്ത് -25 ആ കിട്ടിയത്. ബി ഓപ്ഷൻ എന്താ പറയുന്നത്? കോൺവെക്സ് ലെൻസ്. അതന്നെ തെറ്റ്. സി ഓപ്ഷൻ എന്താ പറയുന്നത്? കോൺകേവ് ലെൻസ് ആണ്, ഫോക്കൽ ലെങ്ത് -25. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ. ഡി എന്താ പറയുന്നത്? കോൺവെക്സ് ലെൻസ്. ഓക്കെ, തെറ്റ്. അപ്പോൾ യുവർ ഓപ്ഷൻ സി ഈസ് ദ correct option. Rays from sun converge at a point 15 centimeter in front of a concave mirror. Where should an object be placed so that size of its image is equal to the size of the object? ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ കേസിൽ എന്താ പറയുന്നത്? കോൺകേവ് മിററാണ്.
അപ്പോൾ നമുക്കറിയാം സെയിം സൈസ് ഉണ്ടാവണം. ഓക്കെ, വേർ ഷുഡ് ദ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് സോ ദാറ്റ് ദ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ആ ടേബിൾ ഓർക്കണം കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതിലെന്താ ക്ലിയർലി നമ്മൾ ബൈ ഹാർട്ടാക്കിയതല്ലേ. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് പ്ലേസ് അറ്റ് സിയിൽ നിങ്ങൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ മാത്രമാണ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജിൻ്റെ സൈസ് സെയിം ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ സി വന്ന് എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ല, നമ്മൾ മിററിൻ്റെ പോൾ മുതൽ സി വരെ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അതിൻ്റെ ഹാഫ് ആയിരിക്കും ഫോക്കൽ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ദേ ആർ ആസ്കിങ് യു ഷുഡ് ഓൾസോ ഗെറ്റ് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. സോ വാട്ട് വി ഹാവ് ടു ഡു, പ്ലേസ് ഇറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ എന്താ ഡിസ്റ്റൻസ് വരാം, 30 സെൻറ്റിമീറ്റർ. So your option will A will be the correct option, 30 centimeter in front of the mirror. Just go through the remaining options. This is obviously wrong. So option A is the correct option. In which of the following groups of organisms food material is broken down outside the body and then absorbed in? അപ്പോൾ ഫുഡ് മെറ്റീരിയൽസ് ബ്രോക്കൺ ഡൗൺ ഔട്ട്സൈഡ് ആരാ ചെയ്യുക, സാപ്രോഫൈറ്റ്സ് അല്ലേ ചെയ്യുക. അവർ ഔട്ട്സൈഡ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയലിനെ ഡിസോൾവ് ചെയ്തിട്ട് അത് അബ്സോർബ് ചെയ്യുക അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ദ ബോഡി നടക്കുന്ന ഇതിലെ ഓപ്ഷൻസ് എന്താണ്, ഓപ്ഷൻ എ മഷ്റൂം ഒരു സാപ്രോഫൈറ്റ് ആണ്. ബട്ട് ദെൻ യുവർ ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് അമീബ ആ ഓപ്ഷനിൽ സൂട്ട് ആവുന്നില്ല, അപ്പോൾ നോട്ട് സൂട്ടബിൾ. ഈസ്റ്റ്, മഷ്റൂം, ബ്രെഡ് മോൾഡ്, ഓക്കെ, ഈ മൂന്നും വന്ന് സാപ്രോട്രോഫ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ദിസ് ഇസ് എ കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ബി. ഈ റെസ്റ്റ് യു ജസ്റ്റ് ഗോ ത്രൂ പാരമീഷ്യം, അമീബ, കസ്ക്യൂട്ട, അതൊക്കെ പാരസൈറ്റ്സും പിന്നെ മറ്റേ ഇൻടേക്ക് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഓർഗാനിസംസ് തന്നെയാണ്. ഓപ്ഷൻ ബി മാത്രമാണ് സാപ്രോട്രോഫ്സ്. സോ യുവർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇൻ എ person the tubule part of the nephron is not functioning at all. What will its effect be on urine formation? ഓക്കെ, ട്യൂബുൾ പാർട്ട് ഓഫ് ദ നെഫ്രോൺ വന്ന് വാട്ടർ അബ്സോർപ്ഷൻ ആണ്, ആ ഫംഗ്ഷൻ ആണ് ചെയ്യുക. അപ്പോൾ ലെറ്റ് us see what will be the effect. ഓപ്ഷൻ എ is saying the urine will not be formed. അങ്ങനെ സംഭവിക്കില്ല, urine will be formed. ഓപ്ഷൻ ബി is saying quality and quantity of urine is unaffected. അല്ല, ഒരു എഫക്റ്റും ഇല്ലാതെ നിൽക്കില്ല, എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ ബി is also wrong. Urine is more concentrated. കോൺസെൻട്രേറ്റഡ് മീൻസ് അതിൽ നിന്ന് വെള്ളമൊക്കെ പോയി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കും, അങ്ങനെയല്ല ഉണ്ടാവുക. യൂറിൻ ഇസ് മോർ ഡൈല്യൂട്ടഡ്, വെള്ളം അബ്സോർവ് ആവാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുക. അപ്പോൾ യൂറിൻ വന്ന് എന്താവും, മോർ ഡൈല്യൂട്ടഡ് ആണ് ആവുക. സോ യുവർ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇഫ് ദ റിയൽ ഇമേജ് ഓഫ് എ കാൻഡിൽ ഫ്ലെയിം ഫോം ബൈ എ ലെൻസ് ഇസ് 3 times the size of the flame and the distance between lens and image is 80 centimeter, at what distance should the candle be placed from the lens? ഈ സിറ്റുവേഷനിൽ നമുക്ക് ഫസ്റ്റ് ഏത് ലെൻസ് ആണെന്ന് അവർ ക്ലിയർ പറയുന്നില്ല. അപ്പോൾ വി ഷുഡ് ഗോ ബൈ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇറ്റ് ഈസ് സെയിങ് റിയൽ ഇമേജ് ഇസ് ഫോംഡ്. അപ്പോൾ റിയൽ ഇമേജ് ഇസ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോംസ് എ വെർച്വൽ ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് കോൺവെക്സ് ലെൻസ് മനസ്സിലായി. ആൻഡ് ഹിയർ വൺ ഇൻഫർമേഷൻ തന്നിട്ട് എന്താ, 3 times the size. അപ്പോൾ ഇത് മാഗ്നിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ യു വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് -3 ബിക്കോസ് കോൺവെക്സ് ലെൻസിൻ്റെ നമ്മൾ പഠിച്ചതാണ് മാഗ്നിഫിക്കേഷൻ മൈനസ് ആണ് ഉണ്ടാവുക. ബിക്കോസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി ഇൻ മൈനസ് ആൻഡ് യുവർ ഇമേജ് ഡിസ്റ്റൻസ് വന്ന് റൈറ്റ് സൈഡിലാണ് ഉണ്ടാവുക, സോ പ്ലസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇൻ ദിസ് കേസ് മാഗ്നിഫിക്കേഷൻ യു വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് -3. ആ മൈനസ് എന്തിനാണ് എടുക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് അവരിൽ ഇൻഫർമേഷൻ തന്നത് എന്താണ്, ദ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് 80 centimeter. അപ്പോൾ വി ആണ് തന്നത്, വി ഈസ് 80 centimeter തന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ ആസ്കിങ് യു ടു ഫൈൻഡ് u and you have to find, that is the object distance that you have to find. So we'll have to take the formula, and the formula magnification is equal to we have the formula magnification is equal to image distance upon object distance അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -3 is equal to 80 by u will get. അപ്പോൾ നിങ്ങളുടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ, കറക്റ്റ് മൈനസിൽ നിങ്ങൾക്ക് കിട്ടും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും മൈനസിലാണ് ഉണ്ടാവുക. സോ യു വിൽ ഹാവ് -80/3 യു വിൽ ഗെറ്റ്. സോ ലെറ്റ് us see which option is suitable. Option D, -80/3 is the correct option. While looking at the above diagram, Nalini concluded the following. നളിനി ഈ ഡയഗ്രാം നോക്കിയിട്ട് എന്തൊക്കെ കൺക്ലൂഷനാണ് ചെയ്തത്, അത് നിങ്ങൾക്ക് നോക്കുന്ന പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ കറക്റ്റ് ആണെന്ന്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണ്, ഒരു കോൺകേവ് മിറർ ആണ്. ആൻഡ് ലൈറ്റ് ഈസ് ഫോളിങ് ഓൺ ഇറ്റ്. സിൻ്റെ എഫിൻ്റെ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്തത്, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. Okay, let us see what Nalini is concluding. First point she is saying is the image of the object will be a virtual one.
Virtual means image ഇവിടെ ഫോം ആവുമെന്ന് അവൾ പറയുന്നത്. ബട്ട് ദെൻ ഓൺലി വെൻ ദ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ, അപ്പോഴാണ് ഇമേജ് അവിടെ ഫോം ആവുക വെർച്വലായിട്ട്. എവറി അതർ കേസ്, ഇൻ കേസ് ഓഫ് എ കോൺകേവ് മിറർ, ഇമേജ് ഇസ് ഫോംഡ് ഓൺ ദ ആസ് എ റിയൽ ഇമേജ്. ഓക്കെ, അപ്പോൾ ഈ കൺക്ലൂഷൻ നളിനിൻ്റെ തെറ്റാണ്. Next, what she is saying, the reflected ray travel along the same path as the incident ray but in opposite direction. ഓക്കെ, ഇതാണ് ഇൻസിഡൻറ്റ് റേ. അപ്പോൾ നമുക്കറിയാം ഈ സീന്ന് തുടങ്ങുന്ന റേ ആണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് കം ബാക്ക് ഇൻ ദ സെയിം പാത്ത്. സോ ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഇൻവേർട്ടഡ്. യെസ്, റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക, ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഫോം ചെയ്യുക. ദിസ് ഇസ് എ കോൺകേവ് മിറർ, അത് ട്രൂ ആണ്. ആൻഡ് ഹെൻസ് ദ ഫോക്കൽ ലെങ്ത് വിൽ ബി നെഗറ്റീവ്. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് വിൽ ബി നെഗറ്റീവ്. സോ വി സീ ദാറ്റ് ഹർ കൺക്ലൂഷൻസ് 2, 3 and 4 are correct. So we have to choose the statements which she has said correctly, that is 2, 3 and 4 is coming as option C. So your option C is the correct answer. In the above diagram, light is traveling through different media. It is noted by a scientist that angle 1 is equal to angle 3 is equal to angle 4. But angle 2 is less than angle 1. Which of the following statement would be correct? So first let us try to understand this diagram. ഇപ്പോൾ ഫസ്റ്റ് ഈ മീഡിയം 1ൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും is equal to this angle of emergence, that is angle 3. ഓക്കെ, ആൻഡ് ആംഗിൾ 3 is equal to angle 4. അപ്പോൾ ഈ രണ്ടും നോക്കുമ്പം ആംഗിൾ 1 is greater than your angle 2. മീൻസ് ഈ ആംഗിൾ 2 ചെറുതാണ്, ഈ ഇൻഫർമേഷനാണ് തന്നത്. ഈ ആംഗിൾ 2 ചെറുതാണെന്ന് അർത്ഥം എന്താണ്? അവിടെ ഒരു റിഫ്രാക്ഷൻ നടന്നിട്ടുണ്ട്, ബെൻഡിങ് ഓഫ് ലൈറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മീഡിയത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ബെൻഡിങ് ഓഫ് ലൈറ്റ് നടന്നിട്ടുണ്ട്. Now we have to see whether that bending is towards the normal or away from the normal. Here we find that the bending is towards the normal. So this is a denser medium. Your medium 2 is a denser medium because here the bending of light is happening towards the normal. And your medium 1 is a rarer medium. In again ഈ തേർഡ് മീഡിയം വന്ന് എന്താണ്, സെയിം ആംഗിൾ ഓഫ് എമർജൻസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീഡിയം 1ഉം മീഡിയം 3യും സെയിം ആണ്, ബോത്ത് ആർ rarer medium. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതുവരെ ഈ പിക്ചറിൽ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ, മീഡിയം 1 is the denser than medium 3 but its density is equal to medium 2. No. Medium 2 is the rarest medium. No. Medium 3 is denser than medium 1. No. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയതിൽ എന്താണ്, മീഡിയം 1 and medium 3 are essentially the same medium, but medium 2 is denser than 1 and 3. So this is the correct option. So your option D is the correct answer. Okay, the refractive index of flint glass is 1.65 and that for alcohol is 1.36 with respect to air. Okay, what is the refractive index of flint glass with respect to alcohol? Okay, ഈ ക്വസ്റ്റ്യൻ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫ്ലിൻറ്റ് ഗ്ലാസ് ഇസ് 1.65. അപ്പോൾ ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഓഫ് ആൽക്കഹോൾ ഇസ് 1.36. അപ്പോൾ ആൽക്കഹോളിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. And they are asking you to find the refractive index of flint glass with respect to that of alcohol. അപ്പോൾ ഫസ്റ്റ് ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ യു ഹാവ് ടു ജസ്റ്റ് ഡിവൈഡ് ബോത്ത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പറയുമ്പോൾ അത് താഴെ എഴുതാം, ഏതാ ചോദിക്കുന്നത് അത് മേലെ എഴുതാം. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് 1.21 ആസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി will be the above lens has a focal length of 10 centimeter. The object of height 2 millimeter is placed at a distance of 5 centimeter from the pole. Find the height of the image. ഓക്കെ ചിൽഡ്രൻ, ഇതിൽ നമുക്ക് തന്ന ഇൻഫർമേഷൻ എന്താണ്, അബവ് ലെൻസ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടത് അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് എടുക്കണം. ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഗിവൻ എസ് 2 millimeter. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇതിന് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യാനുണ്ട്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 centimeter ഫ്രം ദ പോൾ. ഓക്കെ, അപ്പോൾ ഈ 5 centimeter വന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, അത് മൈനസിലെടുക്കണം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് h1/h0 is equal to v/u, ആ ഫോർമുല യൂസ് ചെയ്തിട്ട് വി വിൽ ബി ഫൈൻഡിങ് ദ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ്. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് ഫസ്റ്റ് ട്രൈ ടു സോൾവ് ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ദെൻ ചെക്ക് വിത്ത് ദ ആൻസർ ആൻഡ് സീ ദാറ്റ് യു വിൽ ഗെറ്റ് 4 millimeter as the correct answer. Okay, so your option C will be the correct option. A cable manufacturing unit tested few elements on the basis of their physical properties. Which of the above elements were discarded for usage by the company?
ഓക്കെ. ഇപ്പോൾ ഒരു കേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന എന്ത് പ്രോപ്പർട്ടീസാണ് ഉണ്ടാവേണ്ടി? അതൊരു മെലിഞ്ഞ വയറായിട്ട് ടേൺ ചെയ്യാൻ പറ്റണം ആ മെറ്റലിനെ. പിന്നെ ദാറ്റ് ഷുഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ല, എന്നാലല്ലേ അത് കേബിൾ ഉണ്ടാക്കുന്ന ആൾക്ക് ഉപയോഗപ്പെടുള്ളൂ. അപ്പോൾ ലെറ്റ് us see the properties that is being said. ഇപ്പോൾ W എന്ന ഒരു മെറ്റലാണ്. അതിൻ്റെ പ്രോപ്പർട്ടി നോക്കുമ്പം അത് മേലിയബിൾ ആണ്. ഓക്കെ, ഡക്റ്റൈലാണ്. അത് നമുക്ക് അത്യാവശ്യമാണ്, ഡക്റ്റൈലായിട്ട് ഉണ്ടാവണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അതുമുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെ ആയിരിക്കണം? മെൽറ്റിംഗ് പോയിന്റ് ലോ ആവണമെങ്കിൽ എന്താ, കുറച്ച് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മെൽറ്റായി പോകും. അപ്പോൾ ഒരു കേബിളിന് നല്ല കേബിൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് തന്നെ വേണം. അപ്പോൾ ഇതിന് മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ആ കമ്പനി ഇതിനെ ഡിസ്കാർഡ് ചെയ്യൂല. ഇതിന് ഓരെന്തായാലും കേബിൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റിനെ നോക്കാം. എക്സ് വന്ന് മെയിൻ ലേബിൾ അല്ല. മെയിൻ ലേബിളൊക്കെ നമുക്ക് ആ പ്രോപ്പർട്ടീനെ ഓവർലുക്ക് ചെയ്യാം. ഡക്റ്റൈൽ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് നമ്മൾ കേബിൾ ഉണ്ടാക്കാൻ പറ്റാം? അപ്പോൾ ഇതിനെ ഡിസ്കാർഡ് ചെയ്യാം, വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രൊഡക്റ്റ് വൈയും എന്താ, ഡക്റ്റൈൽ അല്ല. അപ്പോൾ ദാറ്റ് ഓൾസോ നോ നീഡ് ടു സി ദാറ്റ് ദ കമ്പനി വിൽ ഡിസ്കാർഡ്. ഇറ്റ് വിൽ നോട്ട് യൂസ് ദാറ്റ് പ്രോഡക്റ്റ്. കേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഡക്റ്റൈൽ ആവണ്ടേ? വാട്ട് ഈസ് ഡക്റ്റിലിറ്റി? ദ പ്രൊഡക്റ്റ് ബൈ വിച്ച് മെറ്റൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ് അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് ഡക്റ്റിലിറ്റി. അപ്പോൾ വയർ മാതിരി ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഓഫ് എനി യൂസ് ഫോർ ദ കേബിൾ മാനുഫാക്ചറർ. ആൻഡ് ഓപ്ഷൻ സിയിൽ എന്താണ്? ഓക്കെ, മെലബിൾ ആണ്, ഡക്റ്റൈലാണ്. ബട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല. കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല കേബിളിൽ. അപ്പോൾ സെഡിനെയും ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓൾ സബ്സ്റ്റൻസസ് ദ കമ്പനി വിൽ ഡിസ്കാർഡ്. അപ്പോൾ ഡബ്ല്യൂനെ യൂസ് ചെയ്യും അല്ലേ, XYZനാണ് ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ യുവർ XYZൻ്റെ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. സോ യുവർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ വിത്ത് ദിസ് വി കം ടു ആൻ എൻഡ് ഓഫ് സെക്ഷൻ ബി.